സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവനൊന്നും കച്ചവടം കിട്ടില്ല. നാസർക്ക, ഈ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഫാൻസി ഫീൽഡാണ് അല്ലേ? കുറേ ആളുകൾ, നല്ല ബിസിനസ്മാൻമാർ ഇങ്ങനെ നല്ല വണ്ടിയിൽ നടക്കുക, നല്ല ഹൈ ലെവൽ ലൈഫ് സ്റ്റൈലിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ വരണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ ഞാൻ ആ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്താൽ ഇന്ന ആൾ ഇന്ന ബിസിനസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബിസിനസ്സിലേക്ക് കയറി ചെല്ലും. പക്ഷേ തീർച്ചയായിട്ടും ബിസിനസ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം അതിൻ്റെ റിസ്ക് കാറ്റഗറീസ് ഉണ്ട്. ചില ബിസിനസ്സുകളേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെയ്യേണ്ട ബിസിനസ്സുകളല്ലേ അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകൾ ഏതൊക്കെയാണ് ശരിക്കും നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ബിസിനസ്സുകൾ? അതെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ബിസിനസ് ഷുഡ് ബി എ പ്രോബ്ലം സോൾവിങ് ഫസ്റ്റ്. അതൊരു പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഞാനിപ്പോൾ അടുത്തൊരാളെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കോഫി ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോപ്പുകൾ പൂട്ടുന്ന ഷോപ്പുകൾ അയാൾ പോയിട്ട് മേടിക്കും. എന്നിട്ട് ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു വെയർ ഹൗസിൽ വെക്കും. എന്നിട്ട് പുതിയത് തുറക്കണവർക്ക് ഇത് വിൽക്കും. അപ്പോൾ ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ പൂട്ടണം തുറക്കണ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചപ്പോൾ, ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എന്താ പറയുക സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം തന്നെ ഏതാണ്ട് 60% പൂട്ടാറുണ്ട്. 60%. 4 വർഷത്തിനുള്ളിൽ 80% പൂട്ടാറുണ്ട്. അതെ, മെയിൻ അതിൻ്റെ ഒരു റീസണുണ്ട്, വെറുതെ പൂട്ടണല്ലത്. ഒന്നാമത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻസസും ഓപ്പറേഷൻ എക്സ്പെൻസസും ഒക്കെ വളരെ കൂടുതലാണ്. അതെ, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാഫ് വേണം, നിങ്ങൾക്ക് പിന്നെ ഒരുപാട് കംപ്ലയിൻസ്, അതിൽ ക്വാളിറ്റി കൺട്രോൾ, അത് ഇത് മറ്റേത് മുനിസിപ്പാലിറ്റി ചെക്കിങ്, അങ്ങനെ ഒരുപാട് കംപ്ലയൻസ് ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ടീം വേണം, നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ് ചെയ്യണം, ഫുഡ് നിങ്ങൾക്ക് പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റും അതിന് പിന്നെ മറ്റേ കസ്റ്റമർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് ആൾക്കാർ വരില്ല. റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വിജയിക്കില്ല. അതെ, നിങ്ങൾ നോക്കിയോ ഏത് റെസ്റ്റോറൻറ്റ് വിജയിച്ച റെസ്റ്റോറൻ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് ചിലപ്പോൾ ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ അവിടെ കുത്തിയിരിക്കണം. അവരതിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ബിസിനസ്സാണ്. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു റൺ എ റെസ്റ്റോറൻറ്റ് ബിസിനസ് യു വിൽ ലൂസ് മണി. നോട്ട് ഓൺലി യു ഡോണ്ട് നോ, നമുക്ക് ഈ പറഞ്ഞ പോലെ ബജറ്റ് കയ്യിലില്ലെങ്കിൽ, ഈ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചറും കാപ്പക്സും നമുക്ക് ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കത് രണ്ടറ്റം മുട്ടിക്കാന്ന് പറയും, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം പല ആൾക്കാരും പല പാഷനും ഒക്കെ ആയിരിക്കും, നല്ല ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കുക, അതൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിചാരിക്കുമല്ലോ. ബിസിനസ് എപ്പോഴും ഒരു റീസൺ വേണം നമ്മൾ ബിസിനസ് എടുക്കുമ്പോൾ. ഞാൻ എന്തിനാണ് ബിസിനസ് തുടങ്ങിയത്, എനിക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ കുത്തിരുന്നിട്ട് പണിയെടുക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുക എന്നുള്ള, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എയിം ഉണ്ടാവുമല്ലോ, ഫിനാൻഷ്യൽ ഫ്രീഡം. പക്ഷേ നിങ്ങൾ കൊണ്ട് പൈസ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ പൈസ ഇടാൻ പറ്റുള്ളൂ. ഈ റെസ്റ്റോറൻറ്റ്സിൽ ലൊക്കേഷനും ഭയങ്കര ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഒരു ഏരിയയിൽ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതെ, ഇപ്പോൾ ഇപ്പുറത്തൊരു ബിരിയാണി കട ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബിരിയാണി കട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പുറത്തൊരു മന്തി കട, അല്ലെങ്കിൽ ആ ഒരു വളരെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളുണ്ടല്ലോ, അത് കുറച്ച് പ്രശ്നങ്ങളാണ്. ഈ റീറ്റെയിൽ ഷോപ്പിൽ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ മൊബൈൽ ഫോൺ മേടിക്കാൻ പോയി നോക്കാം, ആദ്യം ഓൺലൈനിൽ പോയിട്ട് ഇന്ന മൊബൈലിന് എന്ത് വിലയാണെന്ന് അന്വേഷിക്കും. എന്നിട്ട് അത് വില നോക്കിയിട്ട് അവിടെ പോയിട്ട് വില നോക്കും, അവർ മുന്നിൽ എടുത്ത് നോക്കും. അതെ, അവിടെ പോയിട്ട് വളരെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനും അറിയാം, കൺസ്യൂമേഴ്സിനും അറിയാം, എല്ലാവർക്കും അറിയാം, അതായത് സെല്ലർക്കും അറിയാം പ്രൈസ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ മാർജിൻ വളരെ പ്രശ്നമാണ്. മാത്രമല്ല പിന്നെ പ്രൊഡക്റ്റിന്റെ A to Z പഠിച്ചിട്ടാണ് പോകണം. അതെ, ഇൻക്ലൂഡിങ് പ്രൈസ് അടക്കം പഠിച്ചിട്ടാണ് അതെ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് പോവുക ആളുകൾ. അതെ, റീറ്റെയിൽ ഇന്നത്തെ കാലത്ത് തുറക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഒരു പുതിയ ഒരാൾക്ക് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ടാണ് ഈ ചെറിയ 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 റീറ്റെയിൽ ഷോപ്പുകളൊക്കെ പെട്ടെന്ന് കൂടി പോകുന്നത്. ഒരു കാറ്റഗറി ഇലക്ട്രോണിക് ഷോപ്പുകൾ. ഇപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ പണ്ട് ഇഷ്ടം പോലെ ഇലക്ട്രോണിക് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അത്തരം ഷോപ്പുകൾ കാണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡിനെ അതിജീവിക്കാൻ പറ്റില്ല. ഒന്നാമത് മോഡേൺ ട്രേഡ് എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അവർ ഓൺലൈനിലും വിൽക്കുന്നുണ്ട്. ഓൺലൈൻ ഒരു 30% സെയിൽ ഓൺലൈനിൽ പോകും, ഒരു 70% നിങ്ങൾക്ക് മറ്റേ വലിയ മോഡേൺ ട്രേഡിൽ നിന്നും ആൾക്കാർ മേടിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്നൊന്നും ആൾക്കാർ ഇങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോയി മേടിക്കും. പക്ഷേ അറിയാത്ത ഒരുത്തം പോയിട്ട് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റെയിൽ ബിസിനസ്, ഈ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ബിസിനസ്സൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ടെക്നോളജി, അതുപോലെ തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റ്, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വരിക. ഇതൊക്കെ മേടിച്ച് പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ നമ്മളതിൽ പൈസ വേണം. വളരെ നമ്മൾ അലർട്ടായിരിക്കണം. നമ്മൾ മാർക്കറ്റിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പണി. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വാളൊക്കെ ഉണ്ടല്ലോ, ചില ഷോപ്പിൻ്റെ വാളുകളൊക്കെ കംപ്ലീറ്റ് LED വെച്ചിട്ടാണ് അവർ പ്രൊമോഷൻസ് റൺ ചെയ്യുന്നത്. അതിൽ റൺ ചെയ്യുന്ന പ്രൊമോഷന് വേറെ അഡീഷണൽ പൈസ മേടിക്കുന്നത്. എക്സാക്ട്ലി. ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ഫീൽഡ് ഉണ്ടല്ലോ, അതിൽ പരിചയമില്ലാത്തവർക്ക് ഒരിക്കലും പിടിച്ചിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പ് ബിൽഡിങ്, റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ബിസിനസ്സാണ്. കുറേ നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമറും വേണം. അതിൽ മിക്കവാറും അത് പരാജയപ്പെടുന്ന കാണാറുണ്ട് പുതിയ ആൾക്കാർ തുടങ്ങുമ്പോൾ. കാരണം ഗാരേജുകളായിട്ട് കണക്ഷൻസ് വേണം. ഒരുപാട് ആൾക്കാർക്ക് വന്ന് കയറി ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഓട്ടോ സ്പെയർ പാർട്സ്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.